എവരിവൺ. അപ്പോൾ നമുക്കിന്നൊരു പുതിയ ടോപ്പിക്ക് നോക്കിയാലോ. 10 മിനിറ്റിൽ നമുക്ക് ജസ്റ്റ് റഫായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു നമ്പറാണ് റാഷണൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് നമുക്കൊന്ന് വേഗം നോക്കിയാലോ. നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു നമ്പറാണ്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ വേറെ കുറേ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു നമ്പേഴ്സ്? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ. നമ്മൾ LKG തൊട്ട് പഠിക്കുന്നതാണ് എന്ത്, 1, 2, 3 എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ് ആണ് അല്ലേ. അവർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എന്തെങ്കിലും കൗണ്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ എന്ത്, നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് കൗണ്ടിങ് നമ്പേഴ്സ്. ഏതൊക്കെ കൗണ്ടിങ് നമ്പേഴ്സ്? 1, 2, 3, 4 അങ്ങനെ പോകും അല്ലേ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചു സീറോയും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ, സീറോയും കൂടി നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ സീറോയും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ അതെന്താകും? ഹോൾ നമ്പർ ആകും അല്ലേ. ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്ത്, ഹോൾ നമ്പർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഏതായിരുന്നു? പിന്നെ നമ്മൾ പഠിച്ചത് ഇൻറ്റീജേഴ്സ് ആണല്ലേ. നമ്മൾ 0 തൊട്ട് 0, 1, 2, 3, 4 അങ്ങനെ പോകുന്നു പഠിച്ചു. ദെൻ സീറോയുടെ ഇപ്പുറത്തും എന്താണ്ട് അതുപോലെ തന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട്. -1, -2, -3 അങ്ങനെ നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഈ രണ്ട് കൂട്ടരെയും കൂടി നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നത് എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. 1, 2, 3 എന്നൊക്കെ പറയുന്നത് എന്താ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സും. -1, -2, -3 എന്നൊക്കെ പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സും ആണ്. ഇവരെ രണ്ടുപേരും കൂടി ഒരുമിച്ച് വിളിക്കുന്നത് എന്താ? ഇൻറ്റീജേഴ്സ് ആണ് അല്ലേ. അപ്പൊ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവും എല്ലാം വരാം അല്ലേ. ദെൻ പിന്നെ നമ്മൾ പഠിച്ചതാണ് ഫ്രാക്ഷൻസ്. ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോഴോ, ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോഴേ ഇതുപോലെ ന്യൂമറേറ്ററും അതുപോലെ തന്നെ ഡിനോമിനേറ്ററും ഉള്ളതാണ് എന്ത്, ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എവിടെ എന്തൊക്കെ വരാം? സീറോയും വരാം, അതുപോലെ പോസിറ്റീവ് ഇൻറ്റീജറും വരാം. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് ഇൻറ്റീജറും മാത്രമേ വരാവുള്ളൂ അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മൾ എഴുതുന്നത്. ദെൻ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യാറുള്ളൂ. ആൻഡ് ഡിനോമിനേറ്ററിൽ എന്ത് പറ്റില്ല? 0 പാടില്ല. ന്യൂമറേറ്ററിൽ 0 എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റാഷണൽ നമ്പേഴ്സ്? വാട്ട് ആർ റാഷണൽ നമ്പേഴ്സ്? നമ്മളിപ്പോൾ പറഞ്ഞതിലെല്ലാം കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. നാച്ചുറൽ നമ്പേഴ്സിലാണെങ്കിൽ 1, 2, 3 ഉണ്ട്. ഹോൾ നമ്പർ ആയപ്പോൾ 0യും കൂടി ആഡായി. അതുപോലെ ഇൻറ്റീജേഴ്സ് ആയപ്പോൾ എന്തായിരുന്നു? നെഗറ്റീവ് നമ്പേഴ്സ് വന്നു. ഫ്രാക്ഷൻസ് ആയപ്പോൾ എന്ത് വന്നു? നമ്മൾ P/Q എന്ന് പറയുന്ന ഫ്രാക്ഷൻ രീതിയിലുള്ള നമ്പേഴ്സും ഇൻക്ലൂഡ് ആയി. P/Q എന്ന് പറയുന്ന ഫോമിലുള്ള നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആയി. ആൻഡ് ഫ്രാക്ഷൻസിൽ നമ്മൾ എടുത്തു പറഞ്ഞു P എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം അല്ലേ. Pന്റെ സ്ഥാനത്ത് എന്തൊക്കെ വരാം? പോസിറ്റീവ് ഇൻറ്റീജേഴ്സും 0യും വരാം. അതുപോലെ Qൻ്റെതും പോസിറ്റീവ് ഇൻറ്റീജേഴ്സും മാത്രമേ വരാവുള്ളൂ. ആര് വരാൻ പാടില്ല? സീറോസ് വരാൻ പാടില്ല. അപ്പോൾ ഈ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരേത് നമ്പറായിട്ട് വിളിക്കും നമ്മൾ? അതായത് Pൻ്റെയും Qൻ്റെയും സ്ഥാനത്ത് നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് വന്നാൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? അതാണ് നമ്മൾ റാഷണൽസ് എന്നും കൂടി പറയണേ. അപ്പോൾ ഈ ഒരു P/Q ഇതിനകത്ത് Pയുടെ സ്ഥാനത്ത് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റീജേഴ്സും 0യും വരാവുന്നതാണ് Pക്ക്. ദെൻ Q എന്ന് പറയുമ്പോൾ അവിടെയും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റീജർ വരാം. പക്ഷെ അവിടെയും 0 വരാൻ പാടില്ല. 0 വരാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫ്രാക്ഷൻസിൽ പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ആ നെഗറ്റീവ് നമ്പേഴ്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ Pക്കും Qനും എന്തും കൂടി ഇൻക്ലൂഡഡ് വരും? നെഗറ്റീവ് നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇതിനകത്ത് എക്സാമ്പിൾ വരുന്നത് നമുക്ക് -3/4. ഇതൊരു റാഷണൽ നമ്പറാണ്. ഫ്രാക്ഷൻ അല്ലല്ലോ. ഫ്രാക്ഷൻ വരണമെങ്കിൽ എന്താണ്? ഇവിടെ പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. പക്ഷെ ഇതെന്താണ്? നെഗറ്റീവ് ആണ് വന്നത്. സോ ഇതെന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. ഇനി അടുത്ത് നോക്കിയാൽ 3/4. ഇതും എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വന്നു, ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് വന്നു. അപ്പോൾ ഇത് -3/4 ഇതെന്ത് തന്നെയാണ്? ഇതും ഒരു റാഷണൽ നമ്പറാണ്. ദെൻ 3/4 ഒരു ഫ്രാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഇതും എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പറാണ്. അപ്പോൾ ഫ്രാക്ഷൻസും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ ആര് ഇൻക്ലൂഡഡ് ആണ്? റാഷണൽസിൽ
ആര് ഇൻക്ലൂഡഡ് ആണ്? ഫ്രാക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പോൾ ഫ്രാക്ഷൻസ് എല്ലാം റാഷണൽ നമ്പേഴ്സിൽ വന്നു എന്ന് കിട്ടി ആണല്ലോ. p/qല് നമുക്ക് പോസിറ്റീവും എഴുതാം, നെഗറ്റീവ് നമ്പേഴ്സും എഴുതാം, ദെൻ നെഗറ്റീവും പോസിറ്റീവും എഴുതാം, അതുപോലെ പോസിറ്റീവും നെഗറ്റീവും. ഇതേ രീതിയിൽ എല്ലാം എഴുതിയാലും അതെല്ലാം എന്താണ്? റാഷണൽസ് ആണ്. സോ അതിനകത്ത് ആരും കൂടി ഇൻക്ലൂഡഡ് ആകും? നമ്മുടെ ഫ്രാക്ഷൻസും കൂടി ഇൻക്ലൂഡഡ് ആകും. ഇനി നമ്മൾ നേരെ പുറകോട്ട് ചിന്തിക്കുകയാണ്. നമ്മൾ ആദ്യം ഏറ്റവും അവസാനം പറഞ്ഞ ഫ്രാക്ഷൻസ് ആയിരുന്നു. അതിന് മുമ്പ് പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ ഇൻറ്റീജേഴ്സ് ആയിരുന്നു അല്ലേ? ഇൻറ്റീജേഴ്സ് ആരൊക്കെയാ? -1 ആണല്ലോ. -1/2 ഇതൊരു റാഷണൽ നമ്പർ അല്ലേ? -1/2 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. ദെൻ -1നെ നമുക്ക് -1/1 എന്ന് എഴുതാം അല്ലെ? -1നെ -1/1 എന്ന് എഴുതാം. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ -1 എന്താണ്? റാഷണൽ നമ്പർ ആണ്. -1നെ നമുക്ക് p/q എന്ന് പറയുന്ന ഫോമിൽ എഴുതി. ആൻഡ് q എന്ന് പറയുന്നത് എന്താണ്? ≠0 ആണ്. pക്കും qനും ഏത് നമ്പർ വേണേലും വരാം. അതുപോലെ നമ്മുടെ -10നെ എങ്ങനെ എഴുതാം? -10/1 എന്ന് എഴുതാം. അതുപോലെ തന്നെ -20/2 എന്ന് എഴുതാം അല്ലെ? എങ്ങനെ ചെയ്താലും നമുക്ക് എന്താണ്? -10നെ p/q എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റി. സോ നെഗറ്റീവ് നമ്പേഴ്സും എന്ത് തന്നെയാണ്? ഒരു റാഷണൽ നമ്പർ ആണ് അല്ലേ? ഇനി നമുക്ക് പോസിറ്റീവ് നമ്പേഴ്സ് നോക്കാം. പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള നമുക്ക് 5നെ എങ്ങനെ എഴുതാം? 5/1 എന്ന് എഴുതാം അല്ലെ? 5/1 പോസിറ്റീവ് നമ്പേഴ്സ് ആയിട്ടുള്ള 5/1. അതുപോലെ 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 12/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6/1 എന്ന് എഴുതാം. ഇതൊക്കെ എന്താണ്? p/q ഫോമിലാണ് അല്ലേ? അപ്പൊ നമ്മുടെ നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും എല്ലാം എവിടെ ഇൻക്ലൂഡഡ് ആണ്? റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അവരെല്ലാം നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ 0നെ നമുക്ക് എങ്ങനെ എഴുതാം? 0നെ നമുക്ക് 0/1 എന്ന് എഴുതാം. 0/1 എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ 0/2 എന്ന് എഴുതാം. 0/2 എന്താണ്? അതും 0 ആണ് അല്ലേ? എല്ലാം =0 ആണ്. അപ്പൊ അതെ, നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഫ്രാക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, 0 ഇൻക്ലൂഡഡ് ആണ്, പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ? നെഗറ്റീവ് ഇൻറ്റീജേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എല്ലാ നമ്പേഴ്സും എവിടെ ഇൻക്ലൂഡഡ് ആണ്? റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോ പഠിച്ച എല്ലാ നമ്പേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയൊരു സെറ്റ് ഓഫ് നമ്പർ ആണ് എന്ത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാം എവിടെ ഉണ്ട്? റാഷണൽ നമ്പേഴ്സിലുണ്ട്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിനെ p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് ഇൻറ്റീജേഴ്സിനെ നമുക്ക് p/q ഫോം എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഫ്രാക്ഷൻസ് ഓൾറെഡി എന്താണ്? റാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ? അപ്പൊ റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ ആണ് എന്ത്? റാഷണൽ നമ്പർ ഇസ് ഡിഫൈൻഡ് ആസ് എ നമ്പർ ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ദ ഫോം p/q. p/q എന്ന് പറയുന്ന ഫോമിലായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. where p and q are integers. p യും q എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. അത് പോസിറ്റീവ് ഇൻറ്റീജറും ആകാം, നെഗറ്റീവ് ഇൻറ്റീജറും ആകാം. ആൻഡ് q എന്ത് ആവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. p യുടെ സ്ഥാനത്ത് നമുക്ക് 0 വരാം, പക്ഷെ q ന്റെ സ്ഥാനത്ത് എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അതായത് ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. ഡിനോമിനേറ്റർ ഒരിക്കലും എന്ത് വരില്ല? 0 വരില്ല. ന്യൂമറേറ്ററിൽ നമുക്ക് 0 വരാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ, നമ്മുടെ റാഷണൽ നമ്പേഴ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നു നെഗറ്റീവ് നമ്പേഴ്സും പോസിറ്റീവ് നമ്പേഴ്സും ഒക്കെ വരുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പം നമുക്ക് റാഷണൽ നമ്പേഴ്സ്, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സും ഉണ്ടാവും ആണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. റാഷണൽ നമ്പേഴ്സ് നെഗറ്റീവും ഉണ്ടാകും, പോസിറ്റീവും ഉണ്ടാകും അല്ലേ? അപ്പോൾ നോക്കി, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എങ്ങനത്തെ റാഷണൽ നമ്പേഴ്സാണ് നോക്കിക്കേ. If both the numerator and the denominator of a rational number are positive, such a rational number is called a positive rational number. അപ്പോൾ ഒരു റാഷണൽ നമ്പറിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താവണം? പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതെന്താണ്? ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് അല്ലേ? പോസിറ്റീവ് റാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് എക്സാമ്പിൾ എഴുതാലോ. അതെ, 1/2 നോക്കിയാൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ്? പോസിറ്റീവ് നമ്പർ ആണ് അല്ലേ? പിന്നെ എന്ത് പറയാം? 5/7 ഇതും എന്ത് തന്നെയാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആണ് അല്ലേ? അതുപോലെ 100/1000 ഇതും എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. ദെൻ അടുത്ത ഒരു ലൈനും കൂടി തന്നിട്ടുണ്ട്. ഇഫ് ബോത്ത് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫോർ റാഷണൽ നമ്പേഴ്സ് ആർ നെഗറ്റീവ്,
രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആണെങ്കിൽ such a rational number is called positive rational number. അപ്പൊ അങ്ങനത്തെ റാഷണൽ നമ്പേഴ്സിനെയും എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതും എന്ത് തന്നെയാണ്? ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമുക്കിത് ജനറലൈസ് ചെയ്ത് പറയാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേ സൈനുള്ള നമ്പറാണ് വരുന്നതെങ്കിൽ ആ റാഷണൽ നമ്പർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് റാഷണൽ നമ്പർ ആയിരിക്കും. അതായത് ന്യൂമറേറ്ററിലും പോസിറ്റീവ് ആയിരിക്കണം, ഡിനോമിനേറ്ററിലും പോസിറ്റീവ് ആയിരിക്കണം. അല്ലെങ്കിലോ ന്യൂമറേറ്ററിലും നെഗറ്റീവ് ആയിരിക്കണം, ഡിനോമിനേറ്ററിലും നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു റാഷണൽ നമ്പർ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയാം അല്ലേ? അപ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സിന്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഒന്നല്ലെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് നമ്പർ ആയിരിക്കണം, അല്ലെങ്കിലോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഇനി അടുത്തതാരാ? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആണല്ലേ. ഇപ്പൊ പോസിറ്റീവിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ? രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിലോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്തായിരിക്കും? അവരാരെങ്കിലും ഒരാള് പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആയാൽ മതി അല്ലേ? അപ്പൊ നോക്കി, നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് either numerator or denominator is negative, ന്യൂമറേറ്ററോ അല്ലെങ്കിൽ ഡിനോമിനേറ്ററോ നെഗറ്റീവ് ആണെങ്കിൽ then such a rational number is called a negative rational number. അങ്ങനത്തെ റാഷണൽ നമ്പറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നെഗറ്റീവ് റാഷണൽ നമ്പർ. അപ്പൊ നോക്കി, നെഗറ്റീവ് 1/2 ന്യൂമറേറ്റർ മാത്രമല്ലേ നെഗറ്റീവ്, ഡിനോമിനേറ്റർ പോസിറ്റീവ് അല്ല. അപ്പൊ ഇതെന്താണ്? ഒരു നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ്. ഇനി 1/-2 ന്യൂമറേറ്റർ പോസിറ്റീവും ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണ്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് എന്ത്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന്? P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിൽ പിയും ക്യൂവും എന്തായിരിക്കണം? പോസിറ്റീവോ നെഗറ്റീവോ നമ്പേഴ്സ് ആയിരിക്കാം. ആൻഡ് പിയുടെ സ്ഥാനത്ത് നമുക്ക് 0 വരാം, ക്യൂ എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് റാഷണൽ നമ്പേഴ്സ് ആരൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഫ്രാക്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, 0 ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ എല്ലാ നമ്പേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ ഡെസിമൽസും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഡെസിമൽസ് ആയിട്ടുള്ള 0.10 അല്ലെങ്കിൽ 0.10 ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ നമുക്ക് അറിയാം. എന്താണ്? 1/10 ആണ് അല്ലേ? 1/10. അപ്പോൾ നോക്കി, ഇതും ഫ്രാക്ഷൻ അല്ലേ? ഇതെന്താണ്? എല്ലാ ഫ്രാക്ഷൻസും റാഷണൽ നമ്പേഴ്സ് ആണല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ഒരു റാഷണൽ നമ്പർ ആണ്. അപ്പൊ റാഷണൽ നമ്പേഴ്സിൽ ആരും കൂടി ഇൻക്ലൂഡഡ് ആണ്? ഡെസിമൽ നമ്പേഴ്സും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച എല്ലാ നമ്പേഴ്സും ആരിൽ ഇൻക്ലൂഡഡ് ആണ്? റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതുപോലെ എഴുതാൻ വരുന്ന P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും എവിടെ ഇൻക്ലൂഡഡ് ആണ്? റാഷണൽ നമ്പേഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ നമ്പർ സെറ്റുകളും ചേർന്നിട്ടുള്ള ഒരു വലിയ നമ്പർ സെറ്റ് ആണെന്ത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് റാഷണൽ നമ്പേഴ്സ് എന്താന്ന് മനസ്സിലായല്ലോ. റാഷണൽ നമ്പേഴ്സിൽ പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും എന്താന്ന് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിച്ചത്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് റാഷണൽ നമ്പേഴ്സും അതുപോലെ തന്നെ റാഷണൽ നമ്പേഴ്സിലെ പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.